അതുകൂടെ ക്ലിപ്പിംഗിലെല്ലാം കേട്ടിട്ട് നിങ്ങളല്ലേ ചിലർ കേട്ടിട്ട് മരിച്ചപ്പോ അപ്പടെ ഡ്രസ്സും വേണ്ട, അപ്പടെ ചെറുപ്പും വേണ്ട, അപ്പടെ പാൻറ്റും വേണ്ട, അപ്പടെ എന്തും വേണ്ട, ഞങ്ങൾ എന്തും വേണ്ട അല്ലേ? അതിൽ കുറെ കേട്ടത് കൊണ്ട് അത് ചെല്ലില്ല. അതേതും വേണ്ട, അതിൽ മക്കൾക്ക് അത് വേണ്ട, അതിൽ മുമ്പ് കത്തുപാട്ടരമാ ഭൂത്തരമാ പിന്നെ അപ്പടെ അക വേണു, അപ്പടെ ജാഗ വേണു, അപ്പടെ തോട്ട വേണോ, ഉമ്മടെ ബംഗാറ് വേണോ, അതിൽ കളിയിൽ അത് വിട്ടുകൊടുക്കുക തയ്യാറില്ല അല്ല. കുറെ അങ്ങനെ ഉസ്താദേ അബ്ബ മരിച്ചത്, ഉമ്മ മരിച്ചത്, സാരി പിന്നെ പിന്നെ ബ്ലൗസ് ഇങ്ങനത്തെ കുറെ വസ്തുണ്ട്. ഉമ്മയുടെ ഡ്രസ്സ്, ബാപ്പയുടെ കുറെ ഡ്രസ്സെല്ലാം ബാക്കിയുണ്ട്. എന്തിനാ കത്തുപാട്ടരമോ ഭൂത്തരമോ വെള്ളത്തിൽ കിട്ടമോ തന്നെ കിട്ടാൻ മാറ്റി എന്നിട്ടായിട്ട് മക്കളെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും അതെന്തൊക്കെ ചെന്നെങ്കിൽ ഈ മരിച്ചങ്ങളെ വസ്തു ഉപയോഗമാക്കുന്നതൊക്കെ റൂഹാനി ബണ്ടുകളാണ്. എത്ര സമസ്യ റൂഹാനി ബണ്ടുകളാണ് മരിച്ചങ്ങളെ ബസ് യൂസ് ആക്കി. ആ റൂഹാനി മാത്രം ഉമ്മയുടെ ബംഗാറ് എടുത്തിട്ട് കലത്ത് കിട്ടുന്ന വണ്ടിയില്ല മാത്രം, ബാപ്പയുടെ ഔത്തുക്ക് മാത്രം വണ്ടിയില്ല, ബാപ്പ കിടന്ന കട്ടിലൊന്നും വണ്ടിയില്ല, ബാപ്പ എടുത്തു വെച്ചിട്ട് ബാങ്ക് ബാലൻസ് പൈസത്ത് കട്ടിക്കുന്ന റൂഹാനി വണ്ടിയില്ല. മരിച്ചൽ പിന്നെ യഥാർത്ഥ മോണ് ചെല്ലണായ ഒരു പളക്കൊണ്ട് നക്ക് സ്വത്ത് പതുക്കില്ലെന്നും തൊന്നരൊന്നുമില്ല. അതൊക്കെ വേണ്ടിട്ട് നിങ്ങൾ കലാട്ടാക്കിയുടെ കറ്റും കുത്താങ്കട വേണ്ട, നക്ക് എന്തൊന്നും വലുതില്ല. ബാപ്പ ടോയ്ലറ്റ് പോകുമ്പോൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പുണ്ടല്ലോ, അത് മാത്രം ബാപ്പ കൂലി പണിയാക്കുക പോകുമ്പോഴത്തേക്ക് വേണമായിട്ട് ഇട്ടോട്ടിന്ന് പറഞ്ഞ് ചെറുപ്പുണ്ടല്ലോ, അത് നക്ക് ഓതിയായിട്ട് തന്നെ അൽഹംദുലില്ലാ നന്റെ ബാപ്പകളെ ഓ ആ നനപ്പുകൊന്നു വരണം. അത്രമായി ഉമ്മടെ ചെറുപ്പ് കിട്ടിയെങ്കിൽ നക്കതുമായി ബംഗാറ് എല്ലായിടത്തോളം എന്ത് വേണമെങ്കിൽ അള്ളാഹു റിസ്ഖ് നക്ക് തരുവാ. ആ ഉമ്മടെ നിറപ്പുക, ആ ഉമ്മടെ പിരിസപ്പാട് ഉമ്മയിട്ടുണ്ടെന്ന് ചെറുപ്പ് നക്ക് കിട്ടിയെങ്കിൽ മൈസുണ്ട്. അതവണായിട്ട് യഥാർത്ഥ മക്ക ബാപ്പയുടെ മേലിൽ പിരിസ അങ്ങനെ ഇണ്ടെന്ത് പിരിസ ഉണ്ടല്ലേ? ഒരു ദമ്മെടുത്തങ്ങമൈ ഉമ്മടെയും പരിചയമില്ല, ബാപ്പയുടെയും പരിചയമില്ല, കുടുംബത്തങ്ങളെ പരിചയമില്ല. കേരളത്തിൽ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പുറത്ത് റബ്ബേ പൂനിട്ട് 10 വർഷത്തെ ശരിയ ബാലക്കാര അല്ലാഹുവേ സ്വന്തം അച്ചടയും അതേപോലെ കുട്ടികളും കുഞ്ഞുമ മൂത്തമ്മ കുടുംബത്തങ്ങളെയും അതേപോലെ മങ്ങിലാവുകൊണ്ട് പെണ്ട സമയത്ത് ഉത്തര വിളിപ്പാട്ടിൽ അടിച്ചു വന്നത് കൊത്തിടുന്നതല്ല, ചിത്രഹിംസ കൊടുത്തിട്ട് സുൽസലടിച്ചിട്ട് അത് ഊർക്കജണ്ട് വട്ടല്ല 100 വട്ടം അടിച്ചിട്ട് തല പൊടിപൊടിയാവുന്ന രൂപത്തില് അടിച്ചിട്ട് കൊന്നിട്ട് ഉമ്മടയും സമയത്ത് ആ രൂപത്തില് തലപൊടിയാക്കി വിട്ട മനുഷ്യ. ഉമ്മ മരിച്ചത് ചെന്ന് വിട്ടുപോയവളോ അല്ലാഹുവേ ബാപ്പായോട് ഗൾഫില് നയിച്ചിട്ട് പേർപ്പെടുത്തന്നെ റോഗല്ല റാസി പോകുന്നിട്ടോ റായത്തേക്ക് വേണ്ട. അങ്ങനെ റായത്തിൽ വന്ന് നോക്കുന്ന സന്ദർഭത്തിൽ ഉമ്മയും മോണവും ചേരിട്ടതവാ ഈ മനുഷ്യന്റെ പെണ്ണയും മോണവും ചേരിട്ട് 60 लाख रुपए കടാക്കി ഭീഷണറി 60 लाख रुपए കടാക്കി ഭീഷണറ്. എന്തൊക്കെ കടാക്കി കേട്ടെങ്കിൽ മോണോ ഉമ്മടെ കോളർ ഉമ്മടെ കുഞ്ചി പിടിച്ചിട്ട് പെരടി പിടിച്ചിട്ട് കുളിക്കൊണ്ടിരുന്ന ഗാഞ്ചത്തിൽ ഉണക്ക് കാസ് വേണിട്ട് കേട്ടതെല്ലാം കാറ് വേണ കാറ് കൊടുത്തോ, 4 മൊബൈൽ വേണ മൊബൈൽ കൊടുത്തോ, ബൈക്ക് വേണ ബൈക്ക് കൊടുത്തോ. 60 लाख रुपए ഉമ്മായവള് ചെലവാക്കി ഭീഷണള്. ഉമ്മ മരിക്കാണ്ട് ബാക്കിയായി പട്ടിക പോണായതാ ഉമ്മമേണ്ട് ചെല്ലവരുടെ അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. നല്ലതായിട്ട് ചെന്നോണ്ടുള്ളത് ഉമ്മ മോണ്ടെ പടക്കാക്കിയ അതിന്റെ ഉന്നെ ഒന്ന് ഉത്തര ഉമ്മ മോണ്ടെ പടക്കാക്കിയത്. അപ്പൊ നാ പിന്നെ നനപ്പാക്കിട്ട് മനുഷ്യരെ നിന്റെ മക്കൾക്ക് നീ കൊടുത്തോണ്ടുള്ള മെസ്സേജ് എന്തുണ്ടോ ചെല്ലുകളാ എല്ലാ റായത്തും ഒരു ഡബ്ബയുണ്ടുള്ള വെള്ളിയാഴ്ച ജുമാഅത്ത് സമയത്ത് ഒന്നാമത്തെ സപ്പിനോട് ഉരുട്ടു തുടങ്ങുന്നത് ലാസ്റ്റ് സപ്പത്തോളം സന്ദർശനാക്കിക്കൊണ്ട് മനുഷ്യരെ എന്തൊക്കെ നീനിട്ട 1 റുപ്യത്തും 2 റുപ്യത്തും കണ്ണാടി കട്ട പള്ളിയുടെ പരിസരത്തില് ബിൽഡിംഗ് കെട്ടും മാർക്കറ്റ് കെട്ടും കോംപ്ലക്സ് കെട്ടും വേണമായിട്ട് അല്ലളാ. അതിന് പിറകുള്ളൊരു രഹസ്യമുണ്ട്. നിന്റെ റായത്തിൽ എത്ര ലക്ഷകെട്ടിലെ തിങ്കൾ ആദായി ഇന്നെങ്കും ആ പള്ളിയുടെ ഡബ്ബൊന്നും ക്യാൻസൽ ആക്കില്ല, കമ്മിറ്റങ്ങ് ക്യാൻസൽ ആക്കില്ല. അത് വേണ്ട, അതിലേക്ക് 100 പള്ളി എന്തിനാക്കുക കമ്മിറ്റങ്ങ് അത് ക്യാൻസൽ ആക്കില്ല. ഇണ്ടും അത് നിന്റെ എതിരങ്ങനെ പാസ്സായോണ്ടുണ്ടോ? പാസ്സാവുന്ന സന്ദർഭത്തിൽ മൈതാനിൽ നിന്ന് ഫുട്ബോൾ കളിച്ചതുപോലെ തട്ടിപ്പുട്ട പുറത്ത് അതൊക്കെ 10 പൈസ ഇട്ട ക്രമയില്ല. നീള പണ്ട് ഇട്ടോണ്ട് നിന്റെ ബാപ്പ ചില്ലറ ഇട്ടോണ്ടുണ്ട്, പണ്ടിട്ടോണ്ടിന്നത് നിന്നെ അജ്ജ ഇന്നും അത് കിട്ടോണ്ടുണ്ട്. ഇന്നെങ്കും ഇന്നില്ലെങ്കിലും അതൊക്കെ എന്തെങ്കിലും ഇടാൻ അയാൾ കാലുകടത്തില്ല. നിന്റെ മുട്ട എത്തിയപ്പോ
നീ ഒരു തെറ്റിയ തട്ടുള്ള ഈ സപ്പട ആ സപ്പട ലാശത്തോളം പോയിട്ട് പാറുന്നത് ആ നമ്മത്തിൽ അടിക്കടനെയാണ് 10 പൈസ നീടല്ലത് എന്തുകൊണ്ട് കാസില്ലാണ്ടല്ല അത് കുറെ 5 രൂപ ഇട്ടത് കൊണ്ട് നിന്റെ ഉത്തര പണയത്തേക്ക് ബേക്കട പരിസ്ഥിതി എന്തും പറല ബദലുക്ക് കൊടുത്തു തെരിയല നിക്ക് അതിന് മഹത്വം നിക്ക് തെരിയല എന്ത് കണക്ക് കാസിട്ടേ ചെന്നിട്ടും നിക്ക് തെരിയല മനുഷ്യരെ അതിന്റെ പിറകുള്ളൊരു രഹസ്യമുണ്ട് ഈ ഡബ്ബിയുടെ പിറകുള്ളൊരു രഹസ്യമുണ്ട് പണ്ടത്തെ കാലത്ത് നിന്റെ അജ്ജര കാലത്തും ആ പള്ളിയിൽ അതേ ഡബ്ബി ഇങ്ങനെ പാസ്സായി ഉണ്ടിണ്ട് അതൊക്കെ കുറെ കാസ് വന്നോണ്ട് എന്തിണ്ട് കഴിയോടാ പള്ളിക്ക് ആണിങ്ങ പോണ്ട സന്ദർഭത്തിൽ പെണ്ണിങ്ങതാ വയസ്സായ പെണ്ണിങ്ങ ചില്ലറ കാസ് കൊടുത്തു കടത്തൂറ ആണിങ്ങള് പള്ളിയുടെ ഡബ്ബി കിട്ടുപെടുറോ മരിച്ചങ്ങളെ പേരുന്നാണ് നീയത്താക്കിയത് മക്ക ഉഷാറില്ലാത്ത സന്ദർഭത്തിൽ നീയത്താക്കിയത് സാക്കുപ്രാണിക്ക് വേണമായിട്ട് ഉഷാറില്ലാത്തപ്പോ നീയത്താക്കിയത് അതേപോലെ പുതിയ തെങ്ങിൽ ഫസൽ പണ്ട സന്ദർഭത്തിൽ നീയത്താക്കിയത് കൃഷിക്ക് വിത്തിട്ട സന്ദർഭത്തിൽ നീയത്താക്കിയത് കൈകൊഴിഞ്ഞ സന്ദർഭത്തിൽ നീയത്താക്കിയത് അങ്ങനെ പെണ്ണിങ്ങ വിവിധ നീയത്താക്കി വെച്ച കാസ് എല്ലാ വാറത്തിലും പള്ളിക്ക് പോണ്ട ആണുങ്ങളെ കയ്യിൽ കൊടുത്തു വിട്ടോണ്ടിരുന്നൊരു കാളയുണ്ട് മക്ക ബാപ്പാ ഇന്ന കാരണം നീയത്താക്കിയത് ബാപ്പാ ഒരു 2 രൂപ പള്ളി തപ്പിക്കിടറോ ഒരു അല്ലെങ്കിൽ 8 നാണാണ് 25 പൈസ ഇത് തപ്പിക്കിടറോ ബാപ്പാ 100 വർഷത്തേക്ക് മുമ്പേ തുടങ്ങി വെച്ചത് അങ്ങനെ ഔട്ടിന് പെണ്ണിങ്ങ ആണിങ്ങ പള്ളിക്ക് പോകുമ്പോ ചില്ലറ കാസ് കൊടുക്കണറ് അതിക്ക് പേരില്ലടാ പ്രശസ്തി ഇല്ലടാ നീയത്താക്കിയ കാസ് ചെന്ന് കുമ്പിട്ട് ആണിങ്ങ കുമ്പിട്ട് ഡബ്ബി കിട്ടോണ്ടിരുന്നത് മോനെ ഇണ്ട് 10 രൂപയെങ്കും നിങ്ങളൗത്തില് നിന്റെ ഉമ്മയുടെ കയ്യിൽ നിന്നിട്ടാ നിന്റെ പെഞ്ഞയുടെ കയ്യിൽ നിന്നിട്ടാ നിന്റെ പിറസത്തെ മക്കളെ കയ്യിൽ നിന്നിട്ടാ മറുമക്കളെ കയ്യിൽ നിന്നിട്ടാ മറുമക്ക നീയത്താക്കിക്കൊണ്ടിരുന്നത് നിന്റെ ബാപ്പ നിന്റെ ബാൽപാട്ടിട്ട് കടത്തിലൂടക നിന്റെ ഉമ്മ ബാൽപാട്ട് കടത്തിലൂടക ഞങ്ങൾ ആരോഗ്യത്തിൽ വേണോട് നീയത്താക്കിക്കൊണ്ടിരുന്നത് പണ്ട് അങ്ങ് മരിച്ചിട്ടിന്നെങ്കും ഞങ്ങൾക്ക് വേണോട് നീയത്താക്കിക്കൊണ്ടിരുന്നത് പണ്ട് ആ ഡബ്ബിക്ക് കാസ് അങ്ങനെ വന്നു പോയോണ്ടിരുന്ന മനുഷ്യരെ ഇണ്ട് നിന്റെ മറുമോളെ കയ്യിൽ ഒരു 10 രൂപയെങ്കും കുമ്മന്ത്രി കിട്ടതുണ്ട് തിരിയലടാ അങ്കത്ര മഹത്വം തിരിയലടാ എന്തുകൊണ്ട് നീ അത് നിന്റെ മക്കൾക്ക് പഠിപ്പാട്ടില്ല അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് നിന്റെ മക്കൾക്ക് നീ ചൊന്നു കൊടുത്തില്ല വാളുക പണ്ട സന്ദർഭത്തിൽ തങ്ങന്മാരെ മുഷാഫാത്താക്കിടാറ് പള്ളിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കലക്ഷൻ എന്തെങ്കിലും നിങ്ങൾ പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കിടാറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്തിൽ പള്ളിക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കിടാറ് നീ അങ്ങനെ കൊടുത്തത് ബാക്കിമുണ്ടാണ്ട് തെച്ചിന് നീ തെച്ചല്ലാണ്ട് നിന്റെ മക്കൾക്ക് നീ പഠിപ്പാട്ടിയ അങ്ങനല്ല മനുഷ്യരെ വാളുക പണ്ട സന്ദർഭത്തിൽ മക്കളെ കയ്യിൽ ഒരു 10 രൂപയെങ്കിലും കൊടുത്തു കൊടുക്കണം നാളെ മക്കളെ കയ്യിലും ഒരു 5-10 രൂപ കൊടുത്തു കൊടുക്കണം പള്ളിക്ക് പോണ്ട സന്ദർഭം എന്തെങ്കിലും നല്ല കാര്യക്കരം നടക്കുമ്പോൾ മക്കളെ കയ്യിലും കാസ് കൊടുക്കണം മക്ക ബാപ്പ കൊടുക്കുമ്പോഴത്തേക്കും മക്കളും ഹദിയ കൊടുക്കൂടാദത്ത് മക്കളും ഹദിയ കൊടുക്കൂടാദത്ത് നീ മരിച്ചപ്പോ നിന്റെ മക്ക പേരിക്കിടത് അല്ലാ പണ്ട് ബാപ്പ കൊടുത്തോണ്ടിരുന്നത് പള്ളിക്ക് കൊടുത്തോണ്ടിരുന്നത് വാളുക കൊടുത്തോണ്ടിരുന്നത് വാർഷികത്തിന് കൊടുത്തോണ്ടിരുന്നത് ഞങ്ങളെ കയ്യിൽ കൊടുപ്പാട്ടിയോണ്ടിരുന്നത് ആ നല്ല മെസ്സേജിനെ മരിച്ചെൽപ്പിന്റെ മക്കളെ കൽബുൾകത്തിലുണ്ടാവും മക്ക പാരമ്പര്യം നിലനിർത്തുന്നത് മക്കതുവേ ആ രൂപത്തിൽ നിങ്ങൾക്ക് ആരക്കിടറ് ഞാൻ ചെന്നല്ലേ പണ്ട് ജുമാനസ്കാര കഴിഞ്ഞേൽപ്പിനെ സകലാളും മാറും രണ്ടാമത്തെ തീരോടത്തോളം പള്ളിൽ നിന്നത് എന്തുകൊണ്ട് ഞങ്ങളെ ബാപ്പക്ക് ദ്വാരക്കിട ദ്വാകത് ആ ഉമ്മക്ക് ദ്വാരക്കിട ദ്വാകത് അത് കാമീച്ചുള്ള കാത്തു നിന്നുകൊണ്ടുള്ളത് മനുഷ്യ ഇണ്ട് നീന് ഓടുക തുടങ്ങിയാൽ പിന്നെ നിന്റെ മക്കളും ഓടുന്ന പിറകില് പോയറല്ലാണ്ട് നീ മരിച്ചൽ പിന്നെ എനിക്ക് ദ്വാരക്ക് താളിക്കുവറ അല്ലേ എനിക്ക് ധൈര്യമുള്ള ചൊല്ലും ನಾನು ಮರಿಸಲ್ ನನ್ನ ಮಕ್ಕ ಪಳ್ಳಿ ಸಾಧುವಾರ್ಗು ತಾಮೀನ್ ಸೊಳ್ಳು ಎಂಗತ್ತ ಜಾಗೆ ಅಲ್ಲೇ ಪಳ್ಳಿ ಅಲ್ಲಾಹುಡ ಸ್ವರ್ಗ ಇಟ್ಟಿಗಡೆ ಭೂಮಿയുടെ ಸ್ವರ್ಗ ಇಟ್ಟಿಗಡೆ പള്ളി അവിടെ ദ്വാരകട പിന്നെ ദ്വാരകട ഏതോ കളി ആട്ട കഴിഞ്ഞാൽ പിന്നെ ദ്വാരകടല്ല റബ്ബുക്ക് സുജൂദ് ഇട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം തൗബല്ല ആക്കിയിട്ട് ഫാത്തിഹ ഖുർആൻ എല്ലാം ഓതി ദ്വാരകട ദുആ ಅದಕ್ಕೆ ആമീൻ ചൊല്ലുക നിന്റെ മോനില്ല ആമീൻ ചൊല്ലുക മോനില്ല ഉണ്ട് ഉസ്താദ് ബാപ്പ മരിച്ചു ദ്വാരക്ക് നാളെ മുത്താലി മക്കളെ വേണം ഉസ്താദ് എവിടെ കിട്ടും റായത്തെ മുഅല്ലിം ഉസ്താദ് റായത്തെ ഖതീബ് മുഅദ്ദിൻ മുഅല്ലിം സദർ ഉസ്താദുള്ള റകളെ വിളിച്ചത് ബാപ്പ മരിച്ചു ദ്വാരക്ക് നമുക്ക് പറകാലോ നമുക്ക് മദ്രസ ചെന്നെങ്കിൽ പിന്നത്തെ നെക്സ്റ്റ് മീറ്റിംഗിൽ ഇതേ കലാട്ട റായത്തെ ഞങ്ങൾ അബ്ബ മരിച്ചു ദ്വാരക്ക് വന്നിട്ടുള്ള ഉസ്താദ് ഡയലാവല അയാൾ വിടുന്നു റായത്തെ ഖതീബ് മുക്രി മുഅല്ലിം അങ്ങനെയുള്ള നിന്റെ അപ്പം മരിച്ചു ദ്വാരക്ക് പറഞ്ഞിട്ട് നേർച്ചാക്കിയിട്ട് പഠിച്ചതുണ്ടല്ലോ അങ്ങളെ അപ്പവും പഠിക്കൊക്കെ കിടത്തിട്ട് ആരെങ്കിലും റായത്തിന് മരിച്ചെങ്കിൽ പോയിട്ട് പഠിച്ചതല്ല
ബദലങ്ങൾ ആലിമ്യങ്ങളായിട്ട് ഞങ്ങ മരിച്ചെങ്കിൽ ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കും മക്കൈക്കട്ടെ ചെന്നിട്ടായിട്ട് കിട് ഞങ്ങളെ ഉപ്പ ഞങ്ങളെ ബാപ്പ ഞങ്ങളെ അപ്പ ഉമ്മല്ല ഞങ്ങളെ ബൽത്തിയത് ഞങ്ങളെ ദർസ് കടത്തിയത്. അതല്ലാണ്ട് നീന മരിച്ചപ്പോ നിന്റെ ഉത്തര തലയുടെ ഭാഗത്തോ കാലിന്റെ ഭാഗത്തോ ജാവ് കൊടുക്കാൻ വെച്ചിട്ട് ഉറക്കു തോന്നിട്ട് കണ്ണ ചായ കുടിച്ചിട്ട് സുബീത്തോള ഖുർആൻ ഓതിയിട്ട് നീ കൂർക്ക വെച്ചിട്ട് 10 റൂമിൽ ഉറങ്ങിട്ടവള ഉസ്താദ് വന്ന് ഓതിരവള. ഇതൊക്കെ വേണ്ടിട്ടല്ല ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ ഹക്കേ അല്ല, ഞങ്ങൾക്ക് നിർബന്ധവും ഇല്ല. നിന്റെ ഉത്തര ഖുർആൻ ഓതിയില്ലാണ്ട് അല്ല ഞങ്ങളെ കൽത്ത് വലിട്ട് തൂക്കല്ല, അള്ളാഹു നരകത്ത് കണ്ടുവിടല്ല. അത് നിന്റെ പണി, നിന്റെ പണി. അത് ഉസ്താദുമാർ ആക്കരുത്. ഞങ്ങളെ കൊണ്ട് അവിടെ ആവട്ട് ചെന്നിട്ട് മാത്രം ആക്കിടല്ല. ഞങ്ങളെ സേവ അല്ലത്, ഞങ്ങളെ പണിയല്ലത്. നിങ്ങൾ അതൊക്കെ ശമ്പളം കൊടുക്കൂല്ല അല്ലേ? നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഖത്തീബ് നിങ്ങൾ മരിച്ചങ്ങോട്ടുക അല്ല. അയാൾക്ക് അയാളതായ ഡ്യൂട്ടി ഉണ്ട്. ഖത്തീബ് ഉസ്താദ് സദർ ഉസ്താദ് അയാളതായ ഡ്യൂട്ടി ഉണ്ട്. ബാക്കി ഉസ്താദ്മാർക്ക് അങ്ങങ്ങളതായ ഡ്യൂട്ടി ഉണ്ട്. മുത്തല്ലിമിങ് അങ്ങ് അങ്ങളതായ ഇത് എക്സ്ട്രാ ഒന്ന് വിളിച്ചപ്പോൾ മാനവീയത്തെ രീതിയിൽ പറ. അത് നക്ക് പറയാവുന്ന നാൾ വണ്ടിയിലെ ചെന്ന് എന്തു നിക്കാക്കും പോലെ എന്തില്ല അക്ഷരപ്പളക്കെ പറയും കുത്തിയതാ. അങ്ങ് അല്ല. നിന്റെ ബാപ്പ മരിച്ചപ്പോൾ നിന്റെ തലയുടെ ഭാഗത്തിട്ട്, നീന് മരിച്ചപ്പോൾ നിന്റെ തലയുടെ ഭാഗത്തിട്ട് ഖുർആൻ ഓതുന്നത് നിന്റെ ഉസ്താദിന്റെ പണിയല്ല. നിന്റെ അതേപോലെ കഫനാക്കിടുന്നതും ഉസ്താദിന്റെ പണിയല്ല. നിന്റെ അതേപോലെ മയ്യത്ത് കുളിപ്പാടുന്നതായത് മുക്രികട പണിയൊന്നും അല്ല. നിന്റെ അതേപോലെ മയ്യത്ത് നിസ്കരിക്കുന്നതും നിന്റെ ഉസ്താദ് ഉസ്താദിന്റെ പണിയല്ലത്. അങ്ങനെ ജോബ് അല്ലേ അല്ല. തൽഖീൻ ഓതുനായത് നിന്റെ റായത്ത് ഉസ്താദല്ല. മൂട് കള്ള ബീക്കണായത് നിന്റെ റായത്ത് ഉസ്താദല്ല. അതെല്ലാം നീണ് മരിച്ചെങ്കിൽ നിന്റെ മക്കാക്കണായ പണി. ആ ട്രെയിനിങ് നിന്റെ മക്കൾ നീ കൊടുത്തിരേ. ചെള്ളതിലാറും ബേജാറാക്കിയതാണ്. ആ ട്രെയിനിങ് നിന്റെ മക്കൾ നീ കൊടുത്തിരേ. നിന്റെ മോൻ എഞ്ചിനീയർ ആവട്ടില്ല. എല്ലാവരും ആലിമ്യങ്ങളാവണം. എല്ലാവരും ആലിമ്യങ്ങളാവണം നടക്കുന്ന വിഷയമല്ല. എല്ലാവരും ആലിമ്യങ്ങളാവണം ആരും ചെന്നിട്ടില്ല. ആലിമ്യങ്ങൾ വേണം, മേസ്ത്രിമാർ വേണം, ഡോക്ടർമാർ വേണം, ലോയർ വേണം, കൂലിപ്പണികളോട് വേണം, കാട്ടടിക്കടോട് വേണം, ടോയ്ലറ്റ് ബാത്റൂം ആക്കണോ, എല്ലാവരും വേണം. ആറായെങ്കും അവർക്ക് ഖുർആൻ ഓതുക തെരിയണം. ആറായെങ്കും അബ്ബടെ തലയുടെ ഭാഗത്തിനിട്ട് യാസീൻ ഓതുക തെരിയണം. ആറായെങ്കും അവർക്ക് തൽക്കീനോത് വേണമായിട്ട് 10 വർഷം പോകണം. ജോർ ശ്രദ്ധിച്ചിട്ട് ഡിഗ്രി എടുക്കടക്കത്തില്ല. ഒരു 4 ഗಂಟೆ വിഷയ തൽക്കീനോതൊക്കെ പഠിക്കുക വേണമായിട്ട് ഉസ്താദ്മാരെ പോയിട്ട് തെച്ചെങ്കിൽ ഒരു 4 ഗಂಟೆ വിഷയ ഒരു യാസീൻ ഓതുക വേണമായിട്ട് മദ്രസത്തിൽ ഇത്രയുള്ള കഷ്ടപ്പെട്ട് റായത്തെ കമ്മിറ്റിയുടെ മദ്രസത്തിൽ ഈ രൂപത്തിൽ സംവിധാനം ഉണ്ടാക്കിയിടുന്നെങ്കിൽ എല്ലാവരും ഖുർആൻ ഓതുന്ന ചെള്ള ഉദ്ദേശത്തിൽ അല്ലേ? ഇത്രയുള്ള കഷ്ടപ്പെട്ട് കമ്മിറ്റിരങ്ങ ജാവും പോളും ഓടി നടന്നിട്ട് ഇന്നോടുള്ള കാട്ടിട്ടും പേടിയിട്ടും ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുത്ത് സുന്ദരമായ മദ്രസ ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ആദായം കഷ്ടപ്പെട്ടത് ചെല്ലുവള മരിച്ചൽ പിന്നെ ഖുർആൻ ഓതുക മക്കൈക്കട്ട് ചെന്നിട്ട് അല്ലേ? മദ്രസത്തിൽ പഠിച്ച എല്ലാ മക്കളും ആലിമ്യങ്ങളാവില്ല. വേറെ വേറെ എല്ലാവരും പോട്ട് എവിടേക്ക് വേണമെങ്കിലും പോട്ടു. ആ മക്ക ഔത്തുൽ നീളം മരിച്ചപ്പോ പള്ളിക്ക് പോകുക. അപ്പോൾ ആവു തീരാ ഉസ്താദുമാരെ വിളിച്ചും പറയും ബദലുക അവണ് തെച്ചിട്ട് ഖുർആൻ ഓദ്രവണ അവണോ അതിലുള്ള വിഷയം. അവണ് തെച്ചിട്ട് ഖുർആൻ ഓദ്രവണ അവണോ. മയ്യത്ത് കുളിപ്പാട്ടൊക്കെ കത്തിവിടെ മുക്കരി കടപ്പിച്ച പുറകു പോണ്ടവണാവു തീരാ. മയ്യത്ത് കുളിപ്പാട്ടൊക്കെ അവണ് എതിർ വന്ന് കുളിപ്പാട്ടവണാവണോ. ഇന്ന മയ്യത്ത് കുളിപ്പാട്ടൊക്കെ പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പാട്ടൊക്കെ പാടിക ആളെ കൊമ്പണ്ട പോലത്തെ പരിസ്ഥിതി ഉണ്ടുള്ള മയ്യത്ത് കുളിപ്പാട്ടൊക്കെ പാരി സുലഭ. ജീവ ഇന്നോടെ കുളിപ്പാട്ടൊക്കെ കഷ്ട അല്ലേ? ഹയാത്തിന് ഞങ്ങളെ കുളിപ്പാട്ടൊക്കെ കഷ്ട. മരിച്ചങ്ങളിൽ എവിടെ തൊട്ടെങ്കും എവിടെ പിന്നെ എവിടെ തനി വീത്തിരി എവിടെ തോത്തിട്ട് കണ്ട നീ ചിക്കിട്ട് ഗായായിട്ട് കണ്ട അങ്ങനത്തെ വളക്കവരില്ല വെടിക്കുന്നുണ്ടേയില്ല. തലയുടെ കാലത്തുള്ളവർക്ക് തലയുടെ തല തന്നി വീത്തിയും തീന്റെ മയ്യത്ത് കുളിപ്പാട്ടിട്ട് അത്രേ ഉള്ളേ. ബാക്കിയുള്ള സുന്നത്തെ ഉള്ളേ. തലയുടെ കാലത്തുള്ളവർക്ക് ചണ്ടി അയക്കുമയോ അത്ര മയ്യത്ത് കുളിപ്പാട്ടില്ല. അത് സമയത്ത് നിന്റെ മക്കളാക്കില്ല.